ഒന്ന് പിരിച്ചോട്ടെ. എല്ലാ പഞ്ചായത്തുകളിലും ഇലക്ഷൻ്റെ ചൂട് കൂടിക്കൂടി വരികയാണ്. ഇന്ന് നമ്മൾ വളവട്ടണം ഗ്രാമപഞ്ചായത്തിലെ 9ാം സ്ഥാനാർത്ഥിനെ കാണാൻ വേണ്ടി വന്നിട്ടുള്ളതാണ്. എങ്ങനെയുണ്ട് പ്രചരണമൊക്കെ, എങ്ങനെ പോകുന്നു? പ്രചരണം അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. എല്ലാവരുടെ സപ്പോർട്ടും എനിക്ക് കിട്ടിയിട്ടുണ്ട്. എന്തായാലും ഒരു ജയിക്കുന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ട്, ഉറപ്പുണ്ട്. അല്ലേ? എന്തായാലും ഇവിടെ എല്ലാ പാർട്ടിക്കാരും മത്സരിക്കുന്നുണ്ട്. LDF ആയാലും BJP ആയാലും ഉണ്ട്. അപ്പം കടുത്തൊരു മത്സരം പ്രതീക്ഷിക്കാം. ഈ ഒരുപാട് ഒരു മത്സരമാണ്, ഹെവി ടൈറ്റാണ്, എന്നാലും പ്രതീക്ഷയുണ്ട് ജയണമെന്നുള്ളത്. പ്രതീക്ഷയുണ്ടല്ലേ? നമ്മൾ ചേട്ടനെ കാണുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു മീശയാണ് അട്രാക്റ്റീവ് ആയിട്ട് തോന്നിയിട്ടുള്ളത്. ഒരു കൊമ്പൻ മീശയും ഇപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് ആ മീശക്കാണ് പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്. അത് കുട്ടികളൊക്കെ കാണുമ്പോൾ ഒരു എന്താ പറയുക, ഒരു ആകാംക്ഷയോടെ തൊട്ടൊക്കെ നോക്കാറുണ്ടോ? അതുണ്ട്. അനക്ക് തന്നെ കാണുമ്പോൾ തന്നെ ഒന്ന് പിരിക്കണം ഒരു ആഗ്രഹം തോന്നുന്നുണ്ട്. ഒന്ന് പിരിച്ചോട്ടെ. നമ്മൾ എന്താ പറയുക, ആദ്യമായിട്ടാണ് ഒരു നല്ലൊരു മീശയൊക്കെ കാണുന്നത് അല്ലേ? ഈ പ്രചരണത്തിൻ്റെ ഭാഗമായിട്ട് എന്താണ് നമ്മുടെ ഇത്തെ ജനങ്ങൾക്ക് കൊടുക്കാനുള്ളൊരു, ജയിച്ചാൽ കൊടുക്കാനുള്ളൊരു വാഗ്ദാനം എന്താണ്? ജയിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ സുരക്ഷ നോക്കും. എന്തല്ലാന്ന് നമുക്ക് ആവശ്യമുള്ളത് പുരോഗമനം. പിന്നെ പല സ്ഥലത്തും പുരോഗമിക്കല്ലേ വേണ്ടത്, അന്നേരം അതിന് വേണ്ടതെല്ലാം ചെയ്തു. എന്തായാലും നല്ലൊരു പ്രതീക്ഷയുണ്ട്, ജയിക്കുന്നുണ്ട് 100% പ്രതീക്ഷയുണ്ട് അല്ലേ? നല്ലൊരു ഭൂരിപക്ഷം കിട്ടണം. എന്തായാലും ഇവിടുത്തെ UDFൻ്റെ സ്ഥാനാർത്ഥിക്കായാലും ഇവിടുത്തെ അണികൾക്കായാലും എല്ലാവർക്കും ഒരു വിശ്വാസമുണ്ട്. നല്ല ഭൂരിപക്ഷത്തോടു കൂടി ഇവർക്കൊക്കെ ജയിക്കാൻ പറ്റുന്നൊരു വിശ്വാസമുണ്ട്. പിന്നെ ചേട്ടാ എങ്ങനെയുണ്ട്, എങ്ങനെ ഇലക്ഷൻ പ്രചരണം നല്ല ഇതായിട്ട് തന്നെ പോകുന്നുണ്ട്. നല്ല ചൂട് പിടിച്ച് വരുന്നേ ഉള്ളൂ ഇപ്പം. കാരണം ഒരു 15 ദിവസം കൂടി ബാക്കിയുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെതായി ഇന്നലെ മിഞ്ഞാന്ന് ഹിയറിങ് കഴിഞ്ഞ് അതിൻ്റെ സൂക്ഷ്മ പരിശോധന കഴിഞ്ഞ് അതിൻ്റെ ഇതായിട്ട് മറ്റുള്ള പ്രചരണ സാമഗ്രികളും ഒരുക്കി വരുന്നതേ ഉള്ളൂ. ആ രീതിയിലേക്ക് പ്രവർത്തനം വളരെ ഊർജിതമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ UDF സംവിധാനത്തിൽ ചെറിയൊരു അസ്വാസ്ഥ്യം ഉണ്ടായതിൻ്റെ പേരിൽ നമ്മൾ മുസ്ലിം ലീഗും കോൺഗ്രസും ഒറ്റയ്ക്ക് മത്സരിച്ച് നമുക്ക് വാർഡ് നഷ്ടപ്പെട്ടതാണ്. ആ വാർഡ് BJP പിടിച്ചെടുത്ത ആ വാർഡ് നമുക്ക് കൃത്യമായിട്ട് ഗിരിയേട്ടനോട് കൂടി പിടിച്ചെടുക്കാനാണ് നമ്മുടെ ഉദ്ദേശം. കാരണം അവർ ട്രെൻഡ് എന്ന് വെച്ചാൽ ആ വളവട്ടം പഞ്ചായത്തിൽ നമുക്ക് ഉള്ള ഒരു ട്രെൻഡുണ്ട്. ആ ട്രെൻഡ് UDFൻ്റെ ആ ഒരു ട്രെൻഡ് മുഴുവനായി നിലനിർത്തിക്കൊണ്ട് 14 വാർഡുകളും UDFൻ്റെ കയ്യിൽ സുരക്ഷിതമായി എത്തിക്കുക എന്നുള്ള ദൗത്യം നമ്മുടെ കയ്യിലുള്ളത്. അതിനകത്ത് ഗിരിയേട്ടനെ പോലെയുള്ള സ്ഥാനാർത്ഥികളെ എന്ന് വെച്ചാൽ രാജ്യം കാത്താള നാട് കാക്കാൻ വേണ്ടി നമ്മൾ ഏൽപ്പിക്കുകയും ഒരു മിലിറ്ററിക്കാരൻ അതാ പറഞ്ഞാൽ രാജ്യം കാത്തൊരു വ്യക്തിനെ നാട് കാക്കാൻ നമ്മൾ ഏൽപ്പിക്കുകയാണ്. നമ്മളെ ചെറിയ നിയോജക മണ്ഡലത്തിൽ കാക്കാൻ വേണ്ടി ഗിരിയേട്ടന് പരിപൂർണമായിട്ട് നമ്മൾ നാട്ടുകാർ മുഴുവൻ ഗിരിയേട്ടനൊപ്പം ഉണ്ട് എന്നുള്ള വിശ്വാസം കൂടി തന്നെ നമ്മൾ ഈ ഇലക്ഷൻ ഗിരിയേട്ടനെ ഇറക്കിയതും ഗിരിയേട്ടൻ നമ്മൾ ജനങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നതും ഗിരിയേട്ടൻ്റെ ആ ഒരു ഇത് നമ്മൾ പരമാവധി ഗിരിയേട്ടന് കിട്ടുന്ന ഇത് മുഴുവൻ പാർട്ടി മുതലെടുത്തുകൊണ്ട് ഗിരിയേട്ടനെ ജയിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹം. എന്തായാലും നല്ലൊരു കോൺഫിഡൻസ് എല്ലാവരും മുഖത്തുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഈ സീറ്റ് ഉണ്ടായിരുന്നില്ല ഈ ഒരു വാർഡിൽ. ഇപ്രാവശ്യം എന്തായാലും UDF സ്ഥാനാർത്ഥി നമ്മളെ ഗിരിയേട്ടൻ എടുക്കും എന്ന് തന്നെയാണ് പറയാനുള്ളത്. എന്തായാലും എല്ലാം നല്ലൊരു ഭൂരിപക്ഷത്തോടു കൂടി വിജയിക്കട്ടെ എന്ന് മാത്രമാണ് പറയാനുള്ളത്. എല്ലാവിധ ആശംസകളും ഗിരിയേട്ടാ, എല്ലാവിധ ആശംസകളും. ആഭരണങ്ങളെ വ്യത്യസ്തമാക്കുന്നത് അവയുടെ വൈവിധ്യങ്ങളാണ്. ആ വൈവിധ്യങ്ങൾക്കൊപ്പം വിശിഷ്ടമായ രത്നങ്ങളും കലയുടെ കരവിരുതും ഒത്തുചേരുന്ന അത്യപൂർവമായ ഡിസൈൻ ആഭരണങ്ങളുമായി മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഒരുക്കുന്ന ആർട്ടിസ്ട്രി ഷോ നവംബർ 22 മുതൽ 30 വരെ ഞങ്ങളുടെ കണ്ണൂർ ഷോറൂമിൽ നടക്കുന്ന ഈ ആർട്ടിസ്ട്രി ഷോയിൽ മറ്റെവിടെയും കാണാനാകാത്ത സമാനതകളില്ലാത്ത ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷൻസ് നിങ്ങളെ കാത്തിരിക്കുന്നു. വരൂ, പരിശുദ്ധ സ്വർണത്തിന്റെ ഈ വിസ്മയ വിരുന്നിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം.